ഹായ് സ്റ്റുഡൻസ്, ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. അവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ് ആർ ബോത്ത് പെർഹാപ്സ് പ്രസൻറ്റ് ഇൻ ടൈം ഫ്യൂച്ചർ ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ടൈം പാസ്റ്റ്. ടി.എസ്. എലിയറ്റിൻ്റെ ഒരു കോട്ടാണ്. സമയത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ്, ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ടൈമും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ടൈമും എന്താണ്, ആർ ബോത്ത് പെർഹാപ്സ് പ്രസൻറ്റ് ഇൻ ടൈം ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചർ ടൈമിനെ ഇത് രണ്ടും അഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ദ ടൈം പാസ്റ്റ്. The past, present and future are all connected. What happened in the past affects the present and the present will shape the future. ഈ ഒരു കോട്ടിൻ്റെ ആശയം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഉള്ള ടൈം, പാസ്റ്റുള്ള ടൈമായാലും പ്രസൻറ്റിലുള്ള ടൈമായാലും ഫ്യൂച്ചറിലെ ടൈമായാലും എല്ലാം കണക്റ്റഡ് ആണ്. പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മുടെ പ്രസൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രസൻറ്റ് ഭാവി നമ്മുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നു എന്നതാണ് ഈ കോട്ട് കൊണ്ട് ടി.എസ്. എലിയറ്റ് ഉദ്ദേശിച്ചത്. ഈ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണുള്ളത്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാഫ് എ ഡേ എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. യെസ്റ്റർഡേ, ഇന്നലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ടുഡേയ്സ് മെമ്മറി, ഇന്നിൻ്റെ ഓർമ്മ മാത്രമാണ്. ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. അതുപോലത്തെ ടുമോറോ, നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഇന്ന് നമ്മൾ കാണുന്ന ഡ്രീംസ് ആണ്. ദ പാസ്റ്റ്, അതായത് യെസ്റ്റർഡേ ഈസ് ജസ്റ്റ് എ മെമ്മറി ആൻഡ് ദ ഫ്യൂച്ചർ, ദാറ്റ് മീൻസ് ടുമോറോ ഈസ് ജസ്റ്റ് എ ഡ്രീം ഓർ എ ഹോപ്പ്. ഓൺലി പ്രസൻറ്റ് ടുഡേ ഈസ് റിയൽ. ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു പ്രസൻറ്റാണ് റിയൽ ആയിട്ടുള്ളത്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയ കാര്യമാണ്. ടുമോറോ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ, ഒരു ഡ്രീമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്രസൻറ്റ് ടൈമിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ കോട്ട് എഴുതിയിട്ടുള്ളത് ഖലീൽ ജിബ്രാനാണ്. ഹൗ ഡസ് ജിബ്രാൻ റിലേറ്റ് യെസ്റ്റർഡേ ടു പ്രസൻറ്റ് ഡേ? എങ്ങനെയാണ് ഇന്നലകളെ ഇന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ്? യെസ്റ്റർഡേ ഈസ് ടുഡേയ്സ് മെമ്മറി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഹൗ ഇസ് ടുമോറോ പ്രസൻറ്റഡ് ഇൻ ദീസ് ലൈൻസ്? ഈ ലൈൻസിൽ ടുമോറോ, നാളെ എന്നത് എന്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം ഓർ എ ഹോപ്പ്, ഒരു പ്രതീക്ഷ, അതുപോലെ തന്നെ ഒരു സ്വപ്നമാണ്. ഇന്നിൻ്റെ ഒരു സ്വപ്നമാണ് നാളെ എന്നത്. വാട്ട് ഡു ദീസ് ലൈൻസ് സജസ്റ്റ് അബൌട്ട് ദ പാസേജ് ഓഫ് ടൈം? സമയം കടന്നു പോകുന്നതിനെ കുറിച്ച് ഈ ഒരു ലൈന്, ഈ ഒരു കോട്ട് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അതായത് ഓരോ ദിവസവും കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള പ്രസൻറ്റിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നൊരു ഐഡിയയാണ് ഈ കോട്ട് തരുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ടൈം മൂവ്സ് ഓൺ കോൺസ്റ്റൻ്റ്ലി ഷേപ്പിംഗ് അവർ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. സമയം നിരന്തരമായിട്ട് കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ഒക്കെ അത് ഷേപ്പ് ചെയ്യുന്നു. മെമ്മറീസ് ആർ ലൈക്ക് ത്രെഡ്സ് വോവൻ ഇൻ ടു ദ ഫാബ്രിക് ഓഫ് അവർ ലൈഫ്സ് ഇൻ മൊമെൻറ്റ്സ് ഓഫ് ജോയ് ആൻഡ് സോറോ. ഈ മെമ്മറീസ്, ഓർമ്മകൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു നൂല് പോലെയാണ്. ഒരു തുണിയിൽ ഉള്ള നൂലിൻ്റെ ഇഴകൾ പോലെയാണ് മെമ്മറീസ്. നമ്മുടെ ലൈഫിലുള്ള ഹാപ്പി ആയിട്ടുള്ള, സാഡ് ആയിട്ടുള്ള എല്ലാ മൊമെൻറ്റ്സും കൂടി ചേർന്നുകൊണ്ടുള്ള ഒന്നാണ് മെമ്മറീസ്. Now let's read a short story portraying a man's journey of life and the changes that take place in his surroundings and society. ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു ജേണിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്. ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിലും സൊസൈറ്റിയിലും ഉണ്ടായത് എന്നതാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത്. ഹാഫ് എ ഡേ. I proceeded alongside my father, clutching his right hand, running to keep up with his long stride. അപ്പോൾ പ്രൊസീഡഡ്, ഫാദറിൻ്റെ കൂടെ ഈ കുട്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, ഫാദറിൻ്റെ റൈറ്റ് ഹാൻഡിൽ മുറുകെ പിടിച്ചുകൊണ്ട്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്, ഫാദറിൻ്റെ വലിയ കാലടികളെ കൊപ്പം എത്താൻ വേണ്ടിയിട്ട് ഈ കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. All my clothes were new, the black shoes, the green school uniform and the red turbos. കുട്ടിയുടെ അപ്പിയറൻസ് ആണ് പറയുന്നത്. പുതിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ബ്ലാക്ക് ഷൂ, ഗ്രീൻ സ്കൂൾ യൂണിഫോം, അതുപോലെ തന്നെ റെഡ് ടർബോസ്. ടർബോസ് എന്ന് പറഞ്ഞാൽ തൊപ്പിയാണ്. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. My delight in my new clothes, however, വാസ് മിക്സ്ഡ്. ഈ ഒരു പുതിയ ക്ലോത്ത്സിൽ കുട്ടിയുടെ ഡിലൈറ്റ്, ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് മിക്സ്ഡ് ആണ്. കുട്ടി ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു
പൂർണ്ണമായ ഹാപ്പിനെസ്സിലല്ല. കാരണം എന്താണ്, ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. കാരണം ഇതൊരു ഫീസ്റ്റ് ഡേ ഒന്നുമല്ല, ഒരു വിരുന്നിനോ അല്ലെങ്കിൽ സൽക്കാരത്തിനോ ഒന്നും അല്ല പോകുന്നത്. ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. മറിച്ച് എന്താണ്, ആദ്യമായിട്ട് എന്നെ സ്കൂളിലേക്ക് കൊണ്ട് ചെന്നാക്കാൻ പോകുന്ന ഡേ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ കുട്ടിയുടെ ഹാപ്പിനെസ് എന്താണ്, കുട്ടി പൂർണ്ണമായിട്ട് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. My mother stood at the window watching us and I would turn toward her from time to time appealing for help. കുട്ടിയുടെ അമ്മ എന്താണ്, വിൻഡോയിൽ നിന്ന് ഇവർ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി ഇടയ്ക്കിടെ അമ്മയെ തിരിഞ്ഞു നോക്കുകയാണ്, ഒരു സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെ. We walked along a street lined with gardens. On both sides were extensive fields planted with crops, prickly pears, henna trees and a few date palms. കുട്ടി നടന്നു പോകുന്ന വഴിയെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാണ്, അതിൻ്റെ സൈഡ്സിലായിട്ട് ഗാർഡൻസ് ഉണ്ട്, പലവിധം ക്രോപ്സ് ഉണ്ട്, ദെൻ ഹെന്ന ട്രീ, പെയേഴ്സ്, ഫ്യൂ ഡേറ്റ് പാംസ് ഒക്കെ നിറഞ്ഞ് വളരെ പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു സ്ട്രീറ്റിലൂടെയാണ് കുട്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. Why school? I challenged my father openly. I shall never do anything to annoy you. Why school? എന്തിനാണ് ഈ സ്കൂൾ? കുട്ടി ഫാദറിനോട് ചോദിക്കുകയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യില്ല, വീട്ടിൽ ഞാൻ അടങ്ങിയിരുന്നോളാം, എന്തിനാ എന്നെ സ്കൂളിലാക്കുന്നത് എന്ന രീതിയിൽ കുട്ടി ചോദിക്കുകയാണ്. I am not punishing you, am I? He said laughing. ഞാൻ നിന്നെ പണിഷ് ചെയ്യുന്നല്ല, നിന്നെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്. സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെൻറ്റ്, ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? സ്കൂൾ എന്താണ്, ഒരു പണിഷ്മെൻ്റ് അല്ല, മറിച്ച് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ, കുട്ടികളെ യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളാക്കി മാറ്റുന്ന ഒരിടമാണ്. നിനക്ക് വലുതാവണ്ടേ, നല്ലൊരാളായി മാറണ്ടേ എന്ന് ചോദിക്കുകയാണ്. I was not convinced. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. കുട്ടിക്ക് എന്താണ്, ഈ ഒരു ഫാദർ പറഞ്ഞ കാര്യം ഒട്ടും കൺവിൻസിങ് ആയി തോന്നിയില്ല. കുട്ടിയുടെ ഐഡിയ പ്രകാരം തൻ്റെ വീടിൻ്റെ ആ ഒരു ഇൻറ്റിമസി കെയറിൽ നിന്നും കുട്ടിയെ കീറി വലിച്ച് എടുത്തുകൊണ്ട് ആ ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുപോയി ഇടുന്നത് കുട്ടിക്ക് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല. It looked like some huge high-walled fortress, stone and green. കുട്ടിക്കത് എന്തായിട്ടാണ് തോന്നിയത്, ഒരു നല്ല ഉയരമുള്ള മതിൽക്കെട്ടുകളൊക്കെ ഉള്ള ഒരു കോട്ട പോലെയാണ് തോന്നിയത്. സ്റ്റേൺ ആൻഡ് ഗ്രിം, വളരെ സീരിയസ് ആയിട്ടുള്ള ഓരോ റൂൾസൊക്കെയുള്ള ഒരു ഏരിയ ആയിട്ടാണ് കുട്ടിക്ക് തോന്നിയത്. When we arrived at the gates, we could see the courtyard, a vast, crammed full of boys and girls. കുട്ടി അവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച എന്താണ്, ഒരു കോർട്ടിയാട്, ഒരു മുറ്റുണ്ടായിരുന്നു, ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, നിറയെ കുട്ടികൾ, തിരക്ക് പിടിച്ച് നിറയെ കുട്ടികൾ നിറഞ്ഞിരിക്കുന്ന ഒരു കോർട്ടിയാടാണ് കണ്ടത്. ഗോ ആൻഡ് ബൈ യുവർ സെൽഫ്, സെഡ് മൈ ഫാദർ, ആൻഡ് ജോയിൻ ദം. നീ ഒറ്റയ്ക്ക് പോയിട്ട് അവരുടെ കൂടെ കൂട്ടുകൂടുക എന്ന് പറഞ്ഞ് ഫാദർ കുട്ടിയെ അയക്കണം. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു. അതുപോലെ ഒരു കാര്യം കൂടെ പറയാണ്, പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ഒരു ഹാപ്പി ഉള്ള ഫേസ് കൊണ്ടാണ് പോവേണ്ടത്. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് നല്ലൊരു എക്സാമ്പിൾ കൂടെ, മാതൃക കൂടി ആവണം. I hesitated and clung to his hand, but he gently pushed me from him. Be bold and said, today you truly begin life. You will find me waiting for you when it's time to leave. അപ്പോൾ എന്താണ്, കുട്ടി കുറച്ച് മടി കാണിച്ചെങ്കിലും അച്ഛൻ കുട്ടിയെ പുഷ് ചെയ്ത് വിടുകയാണ്. എന്ത് ചെയ്യുക, നിൻ്റെ റിയൽ ലൈഫ്, ട്രൂ ലൈഫ് ബിഗിൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, അതുപോലെ തന്നെ നീ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നിന്നെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പ്രോമിസ് ചെയ്യുകയാണ്. I took a few steps, then stopped and looked, but saw nothing. കുറച്ച് സ്റ്റെപ്സ് മുന്നോട്ട് നടന്നിട്ട് കുട്ടി നോക്കുകയാണ്, പക്ഷെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. Then the faces of boys and girls came into view. പിന്നെന്താണ്, അവിടെയുള്ള കുട്ടികളുടെ ഫേസസൊക്കെ ഇവൻ്റെ മുമ്പിലേക്ക് വരികയാണ്. I did not know a single one of them. ഇവൻ മനസ്സിലാക്കുകയാണ്, ഇവരാരെയും എനിക്കറിയില്ല. None of them knew me. അതുപോലെ തന്നെ അവർക്ക് എന്നെയും തിരിച്ചറിയില്ല. I felt I was a stranger who had lost his way. വഴി തെറ്റിയ ഒരു അപരിചിതനെ പോലെ ആ ഒരു കുട്ടികളുടെ ഇടയിൽ ഇവൻ നിൽക്കുകയാണ്. But glances of curiosity were directed towards me and a boy approached and asked, who brought you? പക്ഷെ എന്താണ്, അവിടെ ചുറ്റുമുള്ള കുട്ടികളൊക്കെ ഒരു ക്യൂരിയോസിറ്റിയോട് ഇവനെ നോക്കുകയാണ്. കൂട്ടത്തിൽ ഒരു ബോയ് വന്നിട്ട് ഇവനോട് ചോദിക്കുകയാണ്, ഹൂ ബ്രോട്ട് യു, ആരാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? മൈ ഫാദർ, ഐ വിസ്പേർഡ്. മൈ ഫാദർ ഇസ് ഡെഡ്, ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. അപ്പോൾ ആ കുട്ടി പറയാണ്, എൻ്റെ ഫാദർ ഡെഡ്, മരിച്ചു പോയിട്ടുണ്ട്.
I did not know what to say. The gate was closed, letting out a pitiable screech. ഇവരെന്താണ് തിരിച്ച് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. സ്കൂളിൻ്റെ ആ ഒരു സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. സ്ക്രീച്ച് വന്ന അലർച്ച. പല കുട്ടികളവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവാം. സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ദ ബെൽ റാങ്. ആ ഒരു ഗേറ്റൊക്കെ അടച്ച് ബെല്ലൊക്കെ അടിച്ചപ്പോൾ എന്താണ് പല കുട്ടികളും കരയാൻ തുടങ്ങുകയാണ്. ലേഡി കെയിം എലോങ് ഫോളോഡ് ബൈ ഗ്രൂപ്പ് ഓഫ് മെൻ. ദ മെൻ ബിഗാൻ ടു സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. പെട്ടെന്നൊരു ലേഡി, ഒരു സ്ത്രീ വന്ന് കൂടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരെന്താണ് ഈ കുട്ടികളെ റാങ്കുകളനുസരിച്ച് തരംതിരിക്കാൻ തുടങ്ങുകയാണ്. "This is your new home," said the woman. "Here too there are mothers and fathers. Here there is everything that is enjoyable and beneficial to knowledge and life. Dry your tears and face life enjoyfully, won't you?" അപ്പോൾ ഈ ഒരു ലേഡി വന്നിട്ട് ഈ കുട്ടികളോട് കാര്യങ്ങൾ പറയണം. എന്താണ്, ഇത് നിങ്ങളുടെ ഒരു പുതിയ ഹോമാണ്. ഇവിടെ നിങ്ങൾക്ക് മദേഴ്സും ഫാദേഴ്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എൻജോയബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഭാവിയിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും കരയണ്ട. എല്ലാവരും ലൈഫിനെ ധൈര്യപൂർവ്വം ജോയ്ഫുള്ളി ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യണം എന്നുള്ള മെസ്സേജസ് ഒക്കെ കൊടുക്കുകയാണ്. We submitted to the facts and this submission brought a sort of contentment. അങ്ങനെ ഒടുവിൽ അവരെന്താണ് ഈ ഒരു ഫാക്റ്റ്, സ്കൂളാണ് ഇനി ഇവിടെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ഫാക്റ്റ് അവർ സ്വയം ഉൾക്കൊള്ളുകയാണ്. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ് ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് ഇൻ മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് were to be my friends and fell in love with such girls as I was to be in love with. അങ്ങനെ ആ ഒരു സ്കൂളിലെത്തിയിട്ട് എന്താണ് പുതിയ ഒരുപാട് ബോയ്സുമായിട്ട് ഇവർ ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഗേൾസുമായിട്ട് റിലേഷൻഷിപ്പൊക്കെ വരുന്നു. അതായത് ഒരുപാട് പേരോട് ഫ്രണ്ട്ഷിപ്പും വേറൊരുപാട് പേരോട് ഇഷ്ടങ്ങളൊക്കെ തോന്നി തുടങ്ങുകയാണ്. Then it seemed to me my misgiving had no basis. I had never imagined school would have this rich variety. സ്കൂളിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും എന്നൊരിക്കലും ഞാൻ ഇമാജിൻ ചെയ്തിട്ട് പോലുമില്ല. വി പ്ലേഡ് ആൾ സോർട്ട് ഓഫ് ഗെയിംസ്. പല ടൈപ്പ് ഓഫ് ഗെയിംസ് ഇവർ കളിക്കുകയാണ്. സ്വിങ്സ്, വാൾട്ടിംഗ് ഹോഴ്സ്, ബാൾ ഗെയിംസ്. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. സ്കൂളിലെ മ്യൂസിക് റൂമിൽ അവരെന്താണ് അവരുടെ ഫസ്റ്റ് സോങ് ഒരുമിച്ച് പാടുകയാണ് എല്ലാവരും. വി ആൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. അതുപോലെ തന്നെ ലാംഗ്വേജ്, ഭാഷയോടുള്ള അവരുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും സ്കൂളിൽ വെച്ചാണ് നടന്നത്. വി സോ എ ഗ്ലോബ് ഓഫ് എർത്ത് വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെൻറ്റ് ആൻഡ് കൺട്രീസ്. ആദ്യമായിട്ടൊരു ഗ്ലോബ് കണ്ടതിൻ്റെ എഫക്റ്റും കുട്ടി പറയുന്നുണ്ട്. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ് പഠിക്കാൻ തുടങ്ങി. We ate delicious food and took a little nap and woke up to go on with friendship and love, play and learning. ആ സ്കൂളിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ്, ലവ്, പിന്നെ ഒരുപാട് അവർ കളിച്ചു, അതുപോലെ തന്നെ പഠിച്ചു. ഇതൊക്കെയാണ് സ്കൂളിൽ വെച്ചിട്ട് ആ ഒരു ആദ്യ ദിവസം നടന്നത്. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ റിയലൈസ് ചെയ്യാണ് എപ്പോഴും ഈ ഒരു സ്വീറ്റ്നെസ്സും അൺക്ലൗഡഡ്നെസ്സും ഒന്നും അല്ല ഉള്ളത്. ഡസ്റ്റ് ലെയ്ഡൻ വിൻഡ്സ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻ സഡൻലി. എന്തൊക്കെ ഡസ്റ്റ് ലെയ്ഡൻ വിൻഡ്സ്, പൊടിയുള്ള കാറ്റുകൾ, അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ് ഒക്കെ അവിടെയും സംഭവിക്കാം. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. ഞങ്ങൾ എന്തായിരിക്കണം, എപ്പോഴും വാച്ച്ഫുൾ ആയിരിക്കണം, അതുപോലെ തന്നെ പേഷ്യൻ്റ് ആയിരിക്കണം. ഇറ്റ് വാസ് നോട്ട് ആൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. സ്കൂളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല. റൈവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ് ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്. കുട്ടികളുടെ ഇടയിലുള്ള റൈവൽറീസ്, അവരുടെ ഇടയിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ എന്താണ് അവർ പരസ്പരം വെറുക്കാനും ഫൈറ്റ് ചെയ്യാനും ഒരുപാട് വേദനകളൊക്കെ ഉണ്ടാക്കാനും കാരണമാവുന്നു. And while the woman would sometimes smile, she would often scowl and scold. ആ ഒരു വിമൻ, മേ ബി അവരുടെ ടീച്ചർ, അവരെന്താണ് ചില സമയത്ത് സ്മൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മറ്റു സമയത്ത് എന്താണ് അവർക്കൊരു പുച്ഛഭാവം, അതുപോലെ തന്നെ എല്ലാവരെയും സ്കോൾഡ് ചെയ്യും, വഴക്ക് പറയുന്ന ശീലമൊക്കെ ഉണ്ട്. ഈവൻ മോർ ഫ്രീക്വൻലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. അതിനപ്പുറത്തേക്ക് അവരെന്താണ് ചില സമയത്ത് ഫിസിക്കൽ പണിഷ്മെൻറ്റ്, കുട്ടികളെ തല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. The bell rang announcing the passing of the day and the end of the work. ഇതിനൊക്കെ ഇടയിൽ കുട്ടി ഈ കാര്യങ്ങൾ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നതിനിടയിൽ എന്താണ് ബെല്ലടിക്കുകയാണ്. ഈ ഒരു ദിവസം കഴിഞ്ഞു, അതല്ലെങ്കിൽ ഈ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു എന്ന് അനൗൺസ് ചെയ്യുന്ന രീതിയിൽ ബെല്ലടിക്കുന്നു.
ദ തോങ്സ് ഓഫ് ചിൽഡ്രൻ റഷ് ടുവേഴ്സ് ദ ഗേറ്റ്. തോങ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടം, ആ ഒരു കുട്ടികളുടെ കൂട്ടം എന്താണ് ഒരുമിച്ച് ഓടുകയാണ് ആ ഒരു ഗേറ്റിൻ്റെ അടുത്തേക്ക്. വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ. അപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത ആ ഗേറ്റ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഐ ബെയ്ഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്സ് ആൻഡ് പാസ് ത്രൂ ദ ഗേറ്റ്. തൻ്റെ ചുറ്റുമുള്ള കൂട്ടുകാർക്കും സ്വീറ്റ് ഹാർട്ട്സിനൊക്കെ ഫെയർവെൽ, അവരോടൊക്കെ ബൈ പറഞ്ഞിട്ട് കുട്ടി ഗേറ്റിന് പുറത്തേക്ക് പോവാണ്. ഐ പെയ്ഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ ഹു ഹാഡ് പ്രോമിസ്ഡ് ടു ബി ദർ. പുറത്തേക്ക് പോയി എത്തി നോക്കിയ കുട്ടി എന്നാണ് അവിടെ ആ ഫാദറിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫാദർ രാവിലെ പറഞ്ഞിരുന്നു വൈകുന്നേരം പിക്ക് ചെയ്യാൻ വരാമെന്ന്, പക്ഷേ അവിടെ എന്താണ് ഫാദറിനെ കാണുന്നില്ല. ഐ സ്റ്റെപ്പ് അസൈഡ് ടു വെയിറ്റ്. അങ്ങനെ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാണ്. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് അവെയിൽ ഐ ഡിസൈഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തപ്പോൾ സ്വയം വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. After I had taken a few steps, a middle-aged man passed by and I realized at once that I know him. കുറച്ച് നടന്നപ്പോൾ എന്താണ് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മാൻ ഈ ഒരു ആളെ പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ ആൾ റിയലൈസ് ചെയ്തു ഈ ഒരാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. He came towards me smiling and shook me by the hand saying, "It's long time since we had last met. How are you?" അപ്പോൾ ഈ ഒരാളെന്താണ് ചിരിച്ചുകൊണ്ട് വന്ന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് പറയുകയാണ് ഇറ്റ്സ് ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മീറ്റ്. നമ്മൾ അവസാനമായിട്ട് കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായല്ലോ, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുകയാണ്. With a nod of my head I agreed with him and in turn asked, "And you, how are you?" തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് സമ്മതിക്കുന്ന പോലെ ഇയാൾ ചോദിക്കുകയാണ് ഹൗ ആർ യു, നിനക്ക് എങ്ങനെയുണ്ട് എന്ന് തിരിച്ച് ഈ കുട്ടി ചോദിക്കുകയാണ്. ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. അപ്പോൾ ആളെന്താ തിരിച്ച് പറയുന്നത്, നിനക്ക് കാണുന്നത് പോലെ തന്നെ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, എല്ലാം അത്ര നല്ല രീതിയിലൊന്നും അല്ല എങ്കിലും ഓൾമൈറ്റി ബി പ്രൈസ്ഡ്, ഗോഡിനെ പ്രൈസ് ചെയ്യാണ് അവർ തമ്മിലുള്ളൊരു ചെറിയ കോൺവെർസേഷനാണ്. അഗെയിൻ ഹീ ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്. വീണ്ടും ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ആൾ കടന്നു പോവുകയാണ്. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ കെയിം ടു എ സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്. അങ്ങനെ കുറച്ച് സ്റ്റെപ്പും കൂടെ മുന്നോട്ട് നടന്നപ്പോൾ സ്റ്റാർട്ടിൽഡ് പറഞ്ഞാൽ ഒരു ഞെട്ടലോടുകൂടി ആളവിടെ നിൽക്കുകയാണ്. ഗോഡ് ലോഡ്, വേർ ആർ ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്, വോ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു. പൂന്തോട്ടങ്ങളൊക്കെ നിറഞ്ഞിരുന്ന ആ സ്ട്രീറ്റ് എവിടെയാണ്, അതെവിടേക്കാണ് ഡിസപ്പിയർ ആയി പോയത്. വെൻ ഡിഡ് ആൾ ദീസ് വെഹിക്കിൾസ് ഇൻവെയ്ഡ് ഇൻ, ഇത്രയും വാഹനങ്ങളൊക്കെ ഈ റോഡിലേക്ക് എപ്പോഴാണ് കടന്നു വന്നത്. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കെയിം ടു ലിവ് അപ്പോൺ ഇറ്റ് സർഫസ്, ഇത്രയും ആളുകൾ എപ്പോഴാണ് ഈ ഒരു ഏരിയയിൽ താമസിക്കാൻ വന്നത് എന്നുള്ള രീതിയിൽ ഒരു ഞെട്ടലോടുകൂടെ ആൾ റിയലൈസ് ചെയ്യാണ്. ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കെയിം ടു കവർ ഇറ്റ്സ് സൈഡ്സ് ആൻഡ് were the fields that bordered it. ഈ ഒരു മലകളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാടുണ്ടായിരുന്ന ഫീൽഡുകളൊക്കെ എവിടെയാണ് പോയത്. ആ ഒരു ഫസ്റ്റ് സീനിൽ കുട്ടിയെ ഫാദർ സ്കൂളിലേക്ക് കൊണ്ടാക്കിയപ്പോൾ ചുറ്റുപുറം കണ്ട മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇപ്പം എന്താണ് ഈ കാഴ്ചകളൊക്കെ എവിടെയാണ് മറഞ്ഞു പോയത് എന്ന് ചോദിക്കുകയാണ്. ഹൈ ബിൽഡിങ്സ് ആർ ടേക്കൺ ഓവർ, ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിംഗ് നോയ്സസ് ഷുക്ക് ദ എയർ. എന്തൊക്കെയാണ്, വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ വന്നു, സ്ട്രീറ്റിലെ ആളുകളുടെ തിരക്കായി ഒരുപാട് ഡിസ്റ്റർബിംഗ് നോയ്സസ് വരാൻ തുടങ്ങി. Then there was a band announcing the opening of a circus with clowns and weightlifters walking in front. അതുപോലെ തന്നെ അവിടെ ഒരു അനൗൺസ്മെൻറ്റ്, ഒരു സർക്കസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റും അതിൻ്റെ സൈഡിലൂടെ ഒരു വാഹനത്തിൽ പോകുന്നുണ്ടായിരുന്നു. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രൗഡ് മജസ്റ്റിക്കലി ബൈ. അതുപോലെ തന്നെ സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സിനെയും കൊണ്ട് പോകുന്ന ഒരു ട്രക്സിൻ്റെ നിരകളും അവിടെ ഉണ്ടായിരുന്നു. The siren of fire engine shrieked and it was not clear how the vehicle would cleave its way to reach the blazing fire. ഒരു ഫയർ എഞ്ചിനിൻ്റെ സൗണ്ടും ആ ഒരാൾക്ക് കേൾക്കാമായിരുന്നു. ഇത്രയും തിരക്കിനിടയിൽ എങ്ങനെയാണ് ഈ ഒരു ഫയർ എഞ്ചിൻ ആ ഒരു ഫയർ ഉള്ള സ്ഥലത്ത് എത്തുക എന്നാൾ ചിന്തിക്കണം. A battle raged between taxi driver and his passenger while the passenger's wife called out for help and no one answered. ചുറ്റുപുറം കാണുന്ന കാഴ്ചകളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ടാക്സി ഡ്രൈവറും ഒരു പാസഞ്ചറും തമ്മിലൊരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ പാസഞ്ചറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് എന്നാണ് മറ്റുള്ളവരോട് ഹെൽപ്പ് അപേക്ഷിക്കുകയാണ്, പക്ഷെ ആരും നോക്കിയില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേയ്സ്, മൈ ഹെഡ് സ്പൺ. ഇതൊക്കെ കണ്ടപ്പോൾ എന്താണ് പെട്ടെന്ന് തൻ്റെ തല കറങ്ങാൻ തുടങ്ങുകയാണ്. നാൾ പറയണം ഐ ആൾമോസ്റ്റ് വെൻ ക്രേസി, ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻ ഇൻ ഹാഫ് എ ഡേ.
between early morning and sunset, I would find the answer at home with my father. ഈ ഒരു ഹാഫ് ഡേ കൊണ്ട് ഈ ഒരു ഏർലി മോർണിംഗിൽ വന്ന് ഈ ഒരു സൺസെറ്റ് ആയപ്പോഴേക്കും എങ്ങനെയാണ് ഇത്രയും മാറ്റങ്ങൾ ഈ ഒരു സ്ട്രീറ്റിന് സംഭവിച്ചത്, ഞാൻ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെയൊക്കെ ആൻസർ അച്ഛനോട് ചോദിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബട്ട് വേഴ്സ് മൈ ഹോം, പക്ഷെ എൻ്റെ വീട് എവിടെയാണ്? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോഡ്സ് ഓഫ് പീപ്പിൾ. ആളുകളുടെ ഒരുപാട് കൂട്ടവും ഈ ഒരു ബിൽഡിങ്സും അല്ലാതെ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എൻ്റെ വീട് എവിടെയാണ് എന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം പാസ് ചെയ്തതിനെ കുറിച്ചാണ് ഈ ഒരു ഹാഫ് ഡേ എന്ന ഈ ഒരു ചെറിയ ഹാഫ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു അര ദിവസമാണ്. ഇവിടെ അര ദിവസം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരു ടൈം പാസ് ചെയ്യണം. ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് ഇപ്പോൾ ആൾ കുറച്ച് ഓൾഡ് ഏജിലേക്ക് എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്നാണ് ആ ഒരു സമയം കടന്നു പോയത് എന്നാണ് സൂചിപ്പിക്കുന്നത്. I hastened on to the crossroads between the gardens and Abu Khoda. അബു കോഡ എന്ന് പറഞ്ഞ ഒരു പ്ലേസിൻ്റെ പേരാണ്. അതിലൂടെ ആ ഒരു ക്രോസ് റോഡിലൂടെ ആൾ പോവാണ്. ഐ ഹാഡ് ടു ക്രൂസ് അബു കോഡ ടു റീച്ച് മൈ ഹൗസ് ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. ഈ ഒരു പ്ലേസ് ക്രോസ് ചെയ്ത് പോയാലാണ് ആൾക്ക് വീട്ടിലെത്താൻ പറ്റുക. പക്ഷേ ആ ഒരു കാറുകളുടെ നിര, റോഡിലുള്ള തിരക്ക് ആളെ ക്രോസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. The fire engine sirens was shrieking at full pitch as it moved at snail's pace, and I said to myself, let the fire take its pleasure when it consumes. ഫയർ എഞ്ചിൻ്റെ സൗണ്ട്, ആ ഒരു ഫയർ എഞ്ചിൻ ഇങ്ങനെ മൂവ് ചെയ്യുക. എങ്ങനെ മൂവ് ചെയ്യുന്നത്? അറ്റ് സ്നെയിൽസ് പേസ്, ഒരു ഒച്ച മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യുന്നുള്ളൂ. കാരണം അത്രയും തിരക്കാണ്. ആ വണ്ടികളുടെ തിരക്കിൽ ഫയർ എഞ്ചിന് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും അതിൻ്റെ സൗണ്ട് എന്താണ്? ആളുകളുടെ ചെവിയിൽ ഇങ്ങനെ ഷ്രീക്ക് ചെയ്യുക, തുളച്ച് കയറുന്ന അത്രയും സൗണ്ടാണ്. ഇത് കാണുമ്പോൾ ആൾ പറയുന്നത് എന്താണ്? ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. ആ ഒരു ഫയർ അതിൻ്റെ പ്ലഷർ എൻജോയ് ചെയ്യട്ടെ എന്ന് പറയണം. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. ഈ ഒരു സൗണ്ടൊക്കെ കേട്ട ആൾ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയാണ്, എപ്പോഴാണ് ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുക. ഐ സ്റ്റുഡ് ദ എ ലോങ് ടൈം അണ്ടിൽ ദ യങ് ലാഡ് എംപ്ലോയ്ഡ് അറ്റ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. ഒരുപാട് നേരം അവിടെ നിന്നു. ഒടുവിൽ എന്താണ്, തൊട്ടടുത്തുള്ള അയണിങ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു യങ് ആയിട്ടുള്ള ആൾ വന്നിട്ട് ഇയാളെ ഹെൽപ്പ് ചെയ്യാണ്. He stretched out his arm and said gallantly, "Grandpa, let me take you across." തൻ്റെ കൈ നീട്ടിക്കൊണ്ട് ഇയാൾ പറയാണ്, ഗ്രാൻഡ്പ, ഞാൻ നിങ്ങളെ ക്രോസ് ചെയ്യാൻ സഹായിക്കാമെന്ന്. പാസേജ് ഓഫ് ടൈം എന്നൊരു കാര്യമാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ റൈറ്റർ കാണിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിലൊരു കുട്ടിയായി സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേയിലേക്ക് പോകുന്ന മെമ്മറിയാണ് ഈ ഒരു നരേറ്റർ ഷെയർ ചെയ്യുന്നത്. സ്റ്റോറിയുടെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ്, ആളുടെ ഓൾഡ് ഏജിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ഓൾഡ് ഏജ് ആയപ്പോഴേക്കും, ആ ഒരു കാലം കടന്നു പോയപ്പോൾ ആളുടെ ചുറ്റുപാടിൽ വന്ന മാറ്റങ്ങൾ, സ്ട്രീറ്റ്സിൽ വന്ന മാറ്റങ്ങൾ, ആളുടെ ഹെൽത്തിൽ വന്ന മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈലിലൊക്കെ വന്ന മാറ്റങ്ങളാണ് ഇതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ ചാപ്റ്ററിന് ഒരു മലയാളം സമ്മറിയാണ് തന്നത്. ഇതിലുള്ള ആക്ടിവിറ്റീസും സൈഡ് ക്വസ്റ്റ്യൻസൊക്കെ അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.